ഹലോ, എല്ലാവർക്കും എൻ്റെ മൈക്കി ടെൻസിലേക്ക് സ്വാഗതം. ഞാനുണ്ടല്ലോ എൻ്റെ ഒരു ചക്ക കൊണ്ട് വെച്ചിരിക്കുകയാണ്. കുഞ്ഞു ചക്കയാണ് കേട്ടോ, പക്ഷേ 2 ദിവസമായി പറിച്ചിട്ട് ഇപ്പം ഭയങ്കര മണം. വരിക്കച്ചക്കയാണ്, അമുങ്ങുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ വിചാരിച്ച് നമുക്കൊന്ന് അറുത്ത് നോക്കാം. സാധാരണ ഇത് പഴുത്ത് കുറേ കഴിയുമ്പോഴാണ് ഞാനിതിനെ പീസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അത് ചീത്തയായി പോകാറാണ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ച് നമുക്കിന്നൊന്ന് അറുത്ത് നോക്കാം. നമുക്കൊരു പേപ്പറിൻ്റെ പുറത്തിടാം. ഇതിപ്പം എൻ്റെ ഡൈനിങ് ടേബിളിലാണ്, അത് ചീത്തയായി പോകില്ലേ. ഇങ്ങനെ വയ്ക്കാം. വെച്ചിട്ട് നല്ല പിച്ചാത്തിയൊന്നും ഇല്ല കേട്ടോ, എനിക്കതാണ് ഇപ്പോൾ കുഴപ്പം. ഇതെന്തോന്ന് ഒരു ഷെയ്ഡ് കാണുന്നത്, ഇങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. അറിഞ്ഞൂടെ എന്താണോ എന്തോ ഷെയ്ഡ്. നമുക്ക് ഏതായാലും ഒന്ന് അറുത്ത് നോക്കാം. അല്ല ഇങ്ങനെ നല്ല പിച്ചാത്തി അല്ലെങ്കിൽ നമുക്കൊന്ന് അറുത്ത് നോക്കാം. നന്നായിട്ട് അറുത്ത് വരുന്നുണ്ട് കേട്ടോ. മണം സഹിക്കാൻ വയ്യ കേട്ടോ, ഭയങ്കര മണം. ഭയങ്കര മണം വെച്ചാൽ ഭയങ്കര മണം. പക്ഷെ അങ്ങനെ അങ്ങ് പഴുത്തിട്ടില്ല, പക്ഷെ ഭയങ്കര മണം. ഹായ്, നോക്കിക്കേ നോക്കിക്കേ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതുപോലത്തെ വിയറ്റ്നാം എന്തോ പറയുന്നൊരു ചക്കയുണ്ട്, നോക്കിയേ. നല്ല അയ്യോ, കറവിട് വേണ്ട. ഇത് വേണ്ട, ഇത് രണ്ട് പീസാണ്. ഇതിപ്പം നമുക്കിതിൽ കറ എടുക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ പേപ്പറിലില്ലേ കുറച്ച് വെള്ളം മുക്കിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടേ ആ വെള്ളം കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ പുരട്ടിയ കറ പെട്ടെന്ന് പോകും. ഇപ്പം വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയാണ് കറ പോകാൻ എളുപ്പമാർഗം. കണ്ടോ? ഇനി നമുക്കിതിനെ ഒന്ന് ഒരു പീസും കൂടെ ആക്കാം. ഇത് എത്രയേ ഉള്ളൂ കറ. ഇത് വേണമെങ്കിൽ ഇതൊന്നാണ് എൻ്റെ ഒരെണ്ണം കണ്ട. ആഹാ, നോക്കട്ടെ, പഴുത്തോ നോക്കട്ടെ, തിന്ന് നോക്കട്ടെ. ഇതായിരിക്കും നല്ലത്. ഒരുപാടങ്ങ് പഴുത്തു പോയതുമില്ല, നല്ല ടേസ്റ്റ് കേട്ടോ. അയ്യോ, ഈ വിയറ്റ്നാം ചക്ക വാങ്ങിച്ച് വെക്കണം കേട്ടോ. ഒരു 2 വർഷത്തിന് മുമ്പ് കായ്ക്കുകയും ചെയ്യും, നിറച്ച് കായ്ക്കും. ഇതിനങ്ങനെ സീസണൊന്നുമില്ല, ഇത് ഓൾ സീസണാണ്. ഇതിപ്പം ഓൾ സീസൺ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയും ഇതിന്. പക്ഷേ ഇത് ആദ്യം ഉണ്ടായപ്പോൾ ഫസ്റ്റ് ടൈമിൽ ആകെ 2 ചക്ക ഉണ്ടായിരുന്നു. അത് വലിയ ചക്കയായിരുന്നു. ഇതിപ്പം 10-15 ചക്ക ഉണ്ടാവും. മതിയോ നിങ്ങൾക്ക് കണ്ടത് മതിയോ? അതോ ഇനി ചക്ക ഇട്ടൊന്നും കാണണ്ടല്ലോ അല്ലേ? ഞാൻ പിന്നെ ഒന്നും കൂടെ അറുക്കാമല്ലേ? ഒന്നും കൂടെ അറുക്കാമെന്നല്ല, ഒന്നും കൂടെ മുറിക്കാമെന്ന്. എൻ്റെ ചില ഭാഷകളൊന്നും ശരിയല്ലെന്ന് തോന്നുന്നു. എന്നെ ആരോ പണ്ട് കളിയാക്കുമായിരുന്നു, മീൻ വെട്ടുന്നെന്ന് പറയുമ്പോൾ ശരി കൊലപാതകം ചെയ്യാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു ആരോഗ്യ. അല്ല, ഇതും കണ്ടോ, നല്ല എടുത്ത് അങ്ങ് തിന്നാം. ഇപ്പോൾ ഇപ്പം നിറച്ച് ചക്ക ചുളയുണ്ട് കേട്ടോ. നിറച്ചെന്ന് വെച്ചാൽ നിറച്ചുണ്ട്. എൻ്റെ ചക്ക എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വിയറ്റ്നാം വാങ്ങിച്ച് വയ്ക്കണം കേട്ടോ. അടുത്ത് നമുക്കൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇതിൻ്റെ ചുളയൊക്കെ ഞാൻ എടുത്തിട്ടിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ കാണിക്കാം. അതുവരെ ബൈ. ചക്ക അറുത്തിട്ട് മാത്രം അങ്ങ് പോകണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇത് നമുക്കൊന്ന് പീസാക്കി ഇതൊക്കെ എങ്ങനെയാണ് നമ്മളിതിനെ നല്ല ഭംഗിയായിട്ട് ഇളക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതൊരു രസമല്ലേ കാണാനായിട്ടല്ലേ? ആണോ? വേണ്ട. അപ്പോൾ ഇതിനെ 2 പീസാക്കി ഇതിനെ നമ്മൾ വിചാരിച്ച കണക്കല്ല കേട്ടോ, പിച്ചാത്തിക്ക് നല്ല മൂർച്ചയുണ്ട്. ഇതിനെ 2 ആക്കി ഇത്ര മതി. ഇതവിടെ ഇരിക്കണ്ടല്ലേ, നമുക്ക് ഇത്രയും മാത്രം നല്ലപോലെ അരിഞ്ഞെടുത്ത് നമുക്ക് ചുളയാക്കി എടുക്കാം. നല്ല കിഷ്കെന്നും പറഞ്ഞ് അരിയുന്നത് ചിലപ്പോൾ എനിക്കൊന്ന് ചക്കയുടെ ഒരു ഗുണം കൊണ്ടായിരിക്കും തോന്നുന്നു. ആദ്യം നമുക്ക് അതിൻ്റെ ചവണിയില്ലേ, ഈ ചവണിയെല്ലാം ഇങ്ങനെ ആദ്യം എല്ലാം കൂടെ ചവണി മാറ്റി വയ്ക്കാം. ഓരോന്നോരോന്നായിട്ട് മാറ്റിയ പാടാണ്. മറ്റേതെല്ലാം കൂടെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇറുത്തിടുമ്പോൾ
കുറച്ചും കൂടെ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പെട്ടെന്ന് അങ്ങ് ഇറുത്തിടാം. അല്ലെങ്കിൽ പിന്നെ 4 കഷ്ണവും ഈ ചവണി ഇവിടെ നിന്ന് പോകണം, എങ്കിലേ ഇത് നല്ലതുപോലെ നമുക്ക് ഇറുത്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചവണി ഇരുന്ന ബ്ലോക്കാണ് ചവണി ബ്ലോക്കാണ് നമ്മുടെ. ഇപ്പം 2 എണ്ണം അറുത്ത് നമ്മൾ തന്നെ കാണാമോ എന്തോ കാണാം. ഇതിന് ചവണി കുറേ അകത്തോട്ട് കയറിയിരിക്കും. നമ്മൾ അകത്തോട്ടെല്ലാം ഇങ്ങനെ അങ്ങ് എടുക്കണം, അപ്പോഴേ ചവണി ശരിയായി വരും. അതെ, ഇങ്ങനെയും ചിലർ ഇങ്ങനെയും വെട്ടിയെടുക്കും. അപ്പം ഞാൻ വിചാരിച്ച് ചക്കയുടെ ഒരു മോൾ ഭാഗമൊക്കെ അങ്ങ് പോകുമോ എന്തോ. അതായത് നമുക്ക് നോക്കാം, ഇങ്ങനെ വെട്ടിയെടുത്താലും കുറച്ച് നല്ലതായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ 2ആയിട്ട് വെട്ടാം. 2ആയിട്ട് വെട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച്, നമുക്ക് ഇപ്പോഴും ഐഡിയാസ് വേണ്ടേ. ഞാൻ വലിയ ചക്ക വെട്ടുകാരിയൊന്നും അല്ല കേട്ടോ, ഞാൻ കാണിക്കാൻ വേണ്ടി വെട്ടുന്നതാണ്. കണ്ടിട്ടുണ്ടല്ലോ, വെട്ടിയിട്ടുണ്ട്, എന്നാലും എനിക്കിഷ്ടമല്ലെന്നല്ല, ഭയങ്കര പാടാണ് ഈ ചക്കയൊക്കെ വെട്ടിയെടുക്കാൻ, ഭയങ്കര പാടാണ്. ഒന്നുണ്ടെങ്കിൽ എടുത്ത് പിന്നെ ഇതിനെ എടുക്കാം. ഇത് നമുക്ക് ആദ്യമേ അങ്ങ് 2ആയിട്ട് വെട്ടാം. 2ആയിട്ട് വെട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് വെട്ടാം. അപ്പം ചവണി നല്ല ഗ്രൂവായിട്ട് അകത്തോട്ടിങ്ങനെ ഭംഗിയായിട്ടങ്ങ് വെട്ടാം. എന്നാലും കുറച്ച് ചവണി ഇരിക്കുന്നു. ആ ചവണി ഞാൻ വെട്ടിയിട്ട് അടുത്ത് കണ്ടൊരു കൊച്ചു പീസ് ഉണ്ടല്ലോ, ഇതിനൊപ്പം ഇങ്ങനെ അങ്ങ് വെട്ടിയാൽ മതി. അപ്പോൾ എല്ലാം ഇപ്പോൾ റെഡിയായി. അപ്പോൾ നമുക്കിനി ഞാനൊരു പാത്രം എടുത്തുകൊണ്ട് വെച്ച് ഇരുത്തിടാൻ, ഒരു ഭംഗിക്കൊരു ഗ്ലാസ് പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് ഇരുത്തിടുമ്പോഴേ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതിനകത്ത് കിടക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. കുരുവൊന്നും എടുക്കരുത് കേട്ടോ, കുരു എടുക്കാതെ വേണം എടുത്തിടാൻ, എങ്കിലേ നല്ല ഭംഗിക്കിരിക്കുള്ളൂ. കുരുവൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഒരുമാതിരി തളർന്നതുപോലെ ആയിപ്പോൾ. കണ്ട, കുരുവെടുക്കാതെ. ചവണിയുണ്ട് കേട്ടോ, ചവണിയല്ല ഇത്, മറ്റൊരു ചക്കയുടെ നമ്മൾ വെട്ടുമ്പം പീസായിരുന്നു. അതൊന്നും കളയാനൊന്നുമില്ല, ഒന്നും കളയില്ല. എല്ലാം കൂടെ നമ്മളെടുത്ത് ഇടയ്ക്ക് തിന്നണമെന്നുണ്ട് കേട്ടോ, പക്ഷെ നിങ്ങൾക്കും കൊതി വരില്ല, അതുകൊണ്ട് ഞാൻ തിന്നുന്നില്ല. ഇതിൻ്റെ അകത്ത് കുരുവിൻ്റെ തൊലി ഇരിക്കണം, അതെടുത്ത് കളയാം. ഇതിനകത്ത് ഇങ്ങനെ കുരു എടുക്കാത്തതിൻ്റെ തൊലിയും കൂടെ എടുത്ത് കളയാം. ഇത് കുരു അകത്തിരിക്കുന്നതിൻ്റെ ഒന്നും കുരു നമുക്ക് എടുക്കണ്ട. നമുക്ക് നല്ല ഭംഗിയായിട്ട്, എന്തൊരു ഭംഗി നോക്കിയാൽ, കാണാനും നല്ല ഭംഗി. ഇത് അത്ര മഞ്ഞ നിറമില്ല കേട്ടോ, പക്ഷേ ഈ നിറമാണ് നല്ലത്, നല്ല ലൈറ്റ് നിറം. മറ്റേ ചെമ്പരത്തി വരിക്കെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കളർ കൂടുതലാണല്ലോ, കളർ കുറഞ്ഞത് മതി നമുക്ക്. ഇതാണ് ചക്ക. ഇതാണ് വിയറ്റ്നാം എന്തോന്നോ പറയും, വിയറ്റ്നാം എന്നാണെന്ന് തോന്നുന്നു. വിയറ്റ്നാം എന്നുണ്ട്, ബാക്കി അതിന് എന്തോ ഒരു പേരും കൂടെ ഉണ്ട്, അതെനിക്കിപ്പോൾ അറിഞ്ഞൂടാ. അതിനകത്ത് കുരുവിൻ്റെ ഒരു 3/4 ഭാഗം ഇരിപ്പാണ്, അതുകൊണ്ട് നമുക്ക് എടുക്കണ്ട. കുരു അകത്തുള്ളതൊന്നും കുരു എടുക്കണ്ട. ഇപ്പം നമുക്ക് നല്ല ഭംഗിയായിട്ട് വരും, നല്ല രസമായിട്ട്. ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ, ബാക്കിയൊക്കെ ഞാൻ പിന്നെ എടുത്തോളാം. ഇതിനകത്ത് കുരുവുണ്ട്, പക്ഷെ നിറച്ച് ചക്കയുണ്ട് കേട്ടോ. ഇതിനകത്ത് നിറച്ചും ചക്കയുണ്ട്, നിറച്ചും. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, ഇത് കുഞ്ഞ് ചക്കയാണെങ്കിലും ഇതിനകത്ത് നിറച്ചും ചുളയാണ് കേട്ടോ. ചവണി ഇങ്ങനെ ഭംഗിയായിട്ട് എടുക്കണം, ഇതിലൊരു നല്ല ഭംഗി വരും ചവണിയൊക്കെ എടുത്ത് മാറ്റുമ്പോൾ. ഇതിന് വേണം കുറച്ച് ചവണി ഇരിക്കുന്നു, അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ഇങ്ങനെ വെട്ടി കൊടുക്കാം, അപ്പോൾ നല്ല എളുപ്പത്തിൽ വരും, അല്ലെങ്കിൽ പാടാണ്. ഇതിനൊരു ചെറിയ കുരുവേ ഉള്ളൂ, അതങ്ങ് എടുത്ത് കളയാം. ചക്ക വെട്ടാനൊക്കെ എല്ലാവരും പഠിക്കണം കേട്ടോ, ഇതോടുകൂടി ഇതിൽ നോക്കി, വീഡിയോയിൽ നോക്കി ചക്ക വെട്ടാനും എല്ലാം പഠിക്കണം. ഇതിനകത്തും കുരുവേ ഇല്ല, അപ്പം നമുക്ക് ആ കുരുവിൻ്റെ തൊലി അങ്ങ് എടുത്ത് തന്നെ. ഇത് 2 ദിവസം കൂടി ഇരുന്നാൽ പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല പഴുക്ക് വന്ന് അത് ഒരുമാതിരി ആയിപ്പോൾ. ഇതാണ് നല്ല കരിപിരാന്ന് കരിച്ചങ്ങോട്ട് തന്നെ. മറ്റേത് ഒരുമാതിരി പഴങ്കഞ്ഞി കുടിച്ചാന്നൊക്കെ ആയിപ്പോൾ. പഴങ്കഞ്ഞി കുടിക്കുന്നവർക്ക്, പഴങ്കഞ്ഞി ഇഷ്ടമുള്ളവർക്കൊക്കെ അത് ഇഷ്ടമുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു പീസ് വെട്ടിയിട്ട് നമുക്ക് നിർത്താം കേട്ടോ, ഒരു പീസ് മാത്രം കാണിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സമയമാവില്ലേ നമുക്ക്. ഈ ചക്ക കുറച്ചും കൂടെ പഴുത്തെങ്കിലേ ഈ ചവണിയെല്ലാം മഞ്ഞ നിറമായിട്ട് ചവണിയും ചിലപ്പോൾ തിന്നാൻ പറ്റും.
ഇതിപ്പം ഇതാണ് ശരിക്കും നല്ല പരുവം. ഇത്രയും നാളും ഞാനിങ്ങനെ കൊണ്ടുവന്ന് മണം വരട്ടെന്നും പറഞ്ഞ് വെച്ചിരുന്ന് അവസാനം അതങ്ങോട്ട് അറ്റം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും. ഇതിപ്പം ഇപ്രാവശ്യം എനിക്കിത് 3-4 പ്രാവശ്യമായി. ഇപ്പം എനിക്ക് പറ്റിയില്ല. ഇപ്പം എനിക്ക് ബുദ്ധി വന്നു. അങ്ങനെയാണ്. അപ്പം നല്ല ഇതിൻ്റെ അകം കണ്ട എന്തൊരു ഭംഗി നോക്കിയാൽ കാണാൻ. എല്ലാം ഇളകി നല്ല ഭംഗിയല്ലേ. അപ്പം നമ്മളിപ്പോൾ ഒരു പീസേ എടുത്തുള്ളൂ. കുറേ ചക്കയുണ്ട്. ഈ ചക്കയ്ക്കകത്ത് നിറച്ചും ചുളകളുണ്ടായിരുന്നു. അതെ എന്താ കണ്ട, എല്ലാവർക്കും ഇഷ്ടമായോ? നിറച്ചും ചുളയുണ്ട്. ഇനി ബാക്കി ഞാൻ പിന്നെ ചെയ്തോളാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.